ഹലോ എവ്രി വൺ, വെൽക്കം ടു AZB അക്കാഡമി. നമ്മൾ ഭാരതീയ ന്യായ സംഹിതയുടെ മറ്റൊരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നിർവചനങ്ങൾ, ഡെഫിനിഷൻസ് ആണ് ഭാരതീയ ന്യായ സംഹിത BNS 2023 ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം സിലബസ് നോക്കുകയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞത് 2 Clause 3 കഴിഞ്ഞു, ചൈൽഡ്. 2 Clause 4 കൗണ്ടർഫീറ്റ്. 2 Clause 8 ഡോക്യുമെന്റ്. 2 Clause 13 ഹാർബർ, സംശ്രയം. അല്ലെ, കൗണ്ടർഫീറ്റ് അനുകരണം, ഡോക്യുമെന്റ് രേഖ. അത് കഴിഞ്ഞു. ഇന്ന് 2 Clause 14 ഇഞ്ചുറി ആണ്. അതുകൊണ്ട് നമുക്ക് രണ്ട് ടോപ്പിക്കും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആണ്. സെക്ഷൻ 2 നിർവചനങ്ങൾ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്ഷൻ 2 Clause 14 ആണ്. 2 Clause 14 ആണ് നമ്മൾ നോക്കുന്നത്. 2 Clause 14 ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇഞ്ചുറി അല്ലെങ്കിൽ ക്ഷതി എന്നാണ് അതിന്റെ മലയാളം പറയുന്നത്. പരിക്ക്, ക്ഷതം എന്നൊക്കെ പറയാം. അതിന്റെ മലയാളം ട്രാൻസ്ലേഷനിൽ ക്ഷതി എന്നാണ്. ഇത് ഒറിജിനൽ BNSലുള്ളതാണ്. ഇത് കൃത്യമായി പഠിച്ചാൽ മതി. ഏതെങ്കിലും ആൾക്ക് അയാളുടെ ശരീരത്തിനോ, അല്ലെ, ഏതെങ്കിലും ഒരാൾക്ക് അയാളുടെ ശരീരത്തിനോ മനസ്സിനോ ഖ്യാതിക്കോ വസ്തുവിനോ നിയമവിരുദ്ധമായി ഉണ്ടാക്കുന്ന ഏതൊരു ഹാനി. ഒരാളുടെ എവിടെയൊക്കെ വേണം? ശരീരത്തിന് വേണം. ശരീരത്തിന് ക്ഷതി ഉണ്ടാവണം, ഇഞ്ചുറി ഉണ്ടാവണം, ശരീരം. പിന്നെ എവിടെ പറയുന്നു? മനസ്സ് പറയുന്നു, അല്ലെ, വസ്തുവിന് പറയുന്നു, ഖ്യാതിക്കും പറയുന്നു. നിയമവിരുദ്ധമായി ഉണ്ടാകുന്ന ഏതൊരു ഹാനി, നിയമവിരുദ്ധമായ പ്രവൃത്തി ആയിരിക്കണം, അല്ലെ, നിയമവിധേയമായ ഹാനിയല്ല. നിയമവിധേയമായിട്ടുണ്ടെങ്കിൽ 2 Clause 14 പറയുന്നു അത് ക്ഷതിയാണ്. അല്ലെ, നമ്മളത് സിമ്പിളായി നോക്കുവാണ്. അല്ലെ, ഒരു വ്യക്തിക്ക് നിയമവിരുദ്ധമായി ചെയ്യുന്ന ഏതൊരു തരത്തിലുള്ള ഉപദ്രവവും, ശരീരമോ മനസ്സോ, അവരുടെ പ്രശസ്തിയായാലും സ്വത്തിനെ ആയാലും, ഏതൊക്കെയാണ്? അവരുടെ ശരീരമുണ്ട്, മനസ്സുണ്ട്, പ്രശസ്തി, സ്വത്ത്, ഇതിനെല്ലാം ബാധിച്ചാൽ എന്താവുന്നു? ക്ഷതി ആയി വരുന്നു. അല്ലെ, ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ നമ്മുടെ സല്യൂട്ട് എന്ന് പറഞ്ഞ ബാച്ച് ഉണ്ട്, ജോയിൻ ചെയ്യുക. ഈ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്തൊക്കെ നമുക്ക് കൃത്യമായി പഠിക്കാം. ഇത് നമ്മൾ തരുന്ന നോട്ട് മാത്രം മതിയാവും. അത് മാത്രം പഠിച്ചാൽ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ ടോപ്പിക്, അല്ലെ. അപ്പൊ ഇതിൽ നമ്മൾ ഓരോരോ വാക്ക്, ആദ്യം ശരീരം എന്ന് നമ്മൾ പറഞ്ഞു. 2 Clause 4 എന്താണ് ഈ ശരീരം എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ലെ, ശരീരം എന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ട്, അല്ലെ. കൈ, കാല്, കണ്ണ്, മൂക്ക്, ചെവി, എന്തൊക്കെ ഉണ്ടോ എല്ലാം വരും, അല്ലെ. കൂടാതെ ശരീരത്തിന്റെ ഭാഗത്ത് ആന്തരികമായി ബാഹ്യമായ കേടുപാടുകൾ വന്നാലും BNS 2 Clause 14 കീഴിൽ അത് ക്ഷതിയാണ്. ഉള്ളില് ആന്തരികമായി, ബാഹ്യമായിട്ട് വന്നാലും അതാണ്, അല്ലെ, ക്ഷതിയാണ്. ആഘാതം, ഭയം, ഉത്കണ്ഠ, വിഷാദം, അല്ലെ, മാനസികം, വൈകാരികമായ ഒക്കെ പ്രശ്നം വന്നാലും, മാനസിക വൈകല്യങ്ങൾ, ദോഷമോ ഒക്കെ വന്നാലും ഇതെല്ലാം ശാരീരികമായ ക്ഷതിയിലേക്ക് പോവുകയാണ്, അല്ലെ. ഇനി വസ്തു എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അല്ലെ, അതായത് നമുക്ക് കാണാൻ പറ്റുന്നതും അല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും ഉൾപ്പെടും. കാണാൻ പറ്റാത്ത വസ്തു ഉണ്ടോ? ഉണ്ട്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ ഇപ്പോ ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അത് എനിക്കും അതിന്റെ മേൽ അവകാശമുണ്ട്, എനിക്കൊരു റോയൽറ്റി കിട്ടും, അല്ലെ. അപ്പൊ അത് എവിടെയാന്ന് ചോദിച്ചാൽ അത് കാണാനും പറ്റില്ല, പക്ഷെ എനിക്ക് അതിന്റെ മേൽ അവകാശമുണ്ട്. പിന്നെ നമ്മുടെ സ്വത്ത്, ഇങ്ങനെയുള്ളതാണ് വസ്തു എന്ന് പറയാം. അതിനെന്തെങ്കിലും പറ്റിയാൽ, അതിന് പരിക്ക് പറ്റി, കേടുപാട് പറ്റിയാൽ ക്ഷതി, 2 Clause 14 പ്രകാരം ക്ഷതി, അല്ലെ. ഇനി അടുത്ത് ഉദാഹരണങ്ങളിലേക്ക് പോവുകയാണ്. ക്രോധം, ഫിറ്റ് ഓഫ് റേജ്, അല്ലെ. എയും ബിയും അയൽക്കാരാണ്, ചങ്കായിരുന്നു, മച്ചാന്മാരായിരുന്നു. ഒരു ദിവസം തെറ്റി, പിന്നെ അടിയുപദ്രവമായി, തർക്കമായി, അങ്ങോട്ടായി, അല്ലെ. ഒരു ദിവസം എന്ത് ചെയ്തു? ഈ ക്രോധം, ഫിറ്റ് ഓഫ് റേജില് ക്രോധത്തിൽ കല്ലെടുത്തെറിഞ്ഞു. ഒരു കല്ലെടുത്ത് ത്രോ സ്റ്റോൺസ്, അല്ലെ, ജനൽ ചില്ലയിലേക്ക് എറിഞ്ഞു. ഒരു ഏറിയ എറിഞ്ഞു, തകർത്തു, അല്ലെ. ഈ അടിയുടെ ഇടയിൽ കല്ലെറിഞ്ഞ് ജനൽ ചില്ല തകർത്തതേ ഉള്ളൂ. ഇതെന്താണ് ഇവിടെ പറ്റിയത്? അല്ലെ, ഇത് ക്ഷതിയാണ്. കാരണം സ്വത്തിന് ദോഷം പറ്റി, ക്രോധം കാരണം എറിഞ്ഞു, കൊണ്ടു, സ്വത്തിന് ദോഷം പറ്റി, ക്ഷതിയിൽ വരും, അല്ലെ. 2 Clause 14 വരും BNS. അടുത്ത് ഈ ഫോൾസ് റൂമേഴ്സ്, തെറ്റായ കിംവദന്തികൾ പ്രചരിപ്പിക്കാൻ. ഇപ്പൊ എയും ബിയും ഒരിടത്ത് ജോലിയാണ്. എ എന്ത് ചെയ്യും? ബിക്കെതിരെ വേണ്ടാത്ത രീതിയിൽ പറഞ്ഞു, ബി അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അവ ശരിയല്ല, അത് ചെയ്തു, കൈക്കൂലിക്കാരനാണ്, അഴിമതിക്കാരനാണ്, അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്തു? എയുടെ പ്രശസ്തി എല്ലാം പോയി. ഇവിടെ കിംവദന്തി, ചുമ്മാ റൂമർ പറഞ്ഞുകൊണ്ടിരിക്കുക. 2 Clause 14 വരും. ഏതിൽ വരും? 2 Clause 14 വരും, അല്ലെ. കാരണം മനസ്സിനും പ്രശസ്തിക്കും ദോഷം വരുത്തിയില്ല, ക്ഷതിയിൽ വരും, അല്ലെ. ഇനി ക്ഷതി ഏതൊക്കെ തരമുണ്ട്? 2 Clause 14 പ്രകാരം പലതരത്തിലുള്ള ക്ഷതികളെ കുറിച്ച് വിശദീകരിക്കുന്നു. അത് നമ്മൾ നോക്കുകയാണ്.
ഈ ക്ഷതി ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി പഠിക്കാനും നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് കൃത്യമായി പഠിക്കാനും നമ്മുടെ AZBയുടെ സ്പെഷ്യൽ ടോപ്പിക് CPO ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. ഞങ്ങൾ പഠിപ്പിക്കുന്ന മാത്രം മതി. സ്പെഷ്യൽ ടോപ്പിക് 40 ഉണ്ടെങ്കിൽ 40 ഔട്ട് ഓഫ് 40 മാർക്ക് കിട്ടും. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന നോട്ട് മാത്രം നോക്കിയാൽ മതി. ഒറിജിനൽ BNSൽ നിന്നും സുപ്രീം കോടതി ജഡ്ജ്മെന്റുകൾ ചേർത്തുമാണ് പഠിപ്പിക്കുന്നത്. ഒരു അക്കാഡമിയുടെ റാങ്ക് ഫയൽ ഒന്നും നിങ്ങൾ നോക്കരുത്. നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യാൻ നമ്മുടെ ഇതിലെ നോട്ടും ക്ലാസ്സും മാത്രം മതി, മറ്റൊന്നും വേണ്ട. ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സല്യൂട്ട് എന്നാണ് ബാച്ചിന്റെ പേര്. പിന്നെ ഇതിൽ ഫീസ് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫീസ് കുറയാനായിട്ട് ഒരു വഴിയുണ്ട്. ഈ അനന്തു 20 അല്ലെ, അനന്തു 20 എന്ന ഫാക്കൽറ്റി കോഡ് കൂപ്പൺ കോഡ് ഒന്ന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് വരും അല്ലെ, 20% ഡിസ്കൗണ്ടിൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വിശദമായി പഠിക്കാം എക്സാമിന് വേണ്ടി. ഇനി സിമ്പിൾ ഇഞ്ചുറി, ലളിതമായ മുറിവുകൾ, പരിക്കുകൾ അല്ലെ, ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിൽ ഗുരുതരമായ ശാരീരിക കേടുപാടുകൾ വരുത്തും അങ്ങനെയുള്ള സാധാരണ പരിക്കുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ, പോറലുകൾ, താൽക്കാലിക വേദന ഇതൊക്കെ ഉണ്ടെങ്കിൽ, കൈമുട്ട് കാൽമുട്ട് വേദന ഇതൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിൾ ഇഞ്ചുറി. എന്നാൽ സെക്ഷൻ 116 BNS നമ്മളത് പഠിക്കും അല്ലെ, സിലബസിലുണ്ട്. ഗുരുതരമായ പരിക്കുണ്ട്, അത് ജീവന് ഭീഷണിയാണ്. കൈയും കാലം അടിച്ചങ്ങ് ഒടിച്ചു അല്ലെ, പല്ലെല്ലാം ഇടിച്ച് തെറിപ്പിച്ചു, തല പിടിച്ച് ചുമരിലൊഴിച്ച് തലയുടെ രൂപം അങ്ങ് മാറി, തലമുടിയെല്ലാം അങ്ങ് പോയി. ഇതൊക്കെ ഗുരുതരമായ ക്ഷതികൾ, ഗ്രീവിയസ് ഇഞ്ചുറി 116 നമ്മൾ പഠിക്കും. സെക്ഷൻ 116 നമ്മളിത് പഠിക്കും. ഇനി അപകടകരമായ ക്ഷതികൾ, ഡേഞ്ചറസ് ഇഞ്ചുറി, അത് 116 പഠിക്കും. അതായത് ജീവന് ഗണ്യമായ അപകട സാധ്യത ഉണ്ടാക്കുന്ന പരിക്കുകൾ, ജീവൻ ഇച്ചിരി അപകടം ഉണ്ടാക്കും അല്ലെ, ഗുരുതരമായ പരിക്കുകളോ മരണത്തിന് കാരണമാക്കുന്ന, അതായത് മരണം, വേറെ ഒന്നുമില്ല, ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്ഷതി വന്നു, അടുത്ത മരണമാണ്, വേറെ ഒന്നുമില്ല. ഈ വന്ന പരിക്ക് കാരണം, ക്ഷതി കാരണം മരിക്കും. അതിന് അപകടകരമായ ക്ഷതി അല്ലെങ്കിൽ ഡേഞ്ചറസ് ഇഞ്ചുറി എന്ന് പറയും. ഓക്കെ, ഇത്രയുമാണ് ആ ക്ഷതിയുടെയൊക്കെ വർഗീകരണത്തിൽ വരുന്നത്. അതോടൊപ്പം നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യണം, മറക്കൊരു. സല്യൂട്ട് എന്നാണ് കോഴ്സിന്റെ പേര്. നമ്മൾ BNS വെച്ച് ഒറിജിനൽ നിയമവും സുപ്രീം കോടതി ജഡ്ജ്മെന്റുകളും വെച്ചാണ് പഠിപ്പിക്കുന്നത്. ഇത് മാത്രം മതി നിങ്ങൾക്ക് എക്സാം ജയിക്കാനായിട്ട്. നമ്മൾ പഠിപ്പിക്കുന്ന നോട്ടും ക്ലാസ് മാത്രം മതി. നിയമപുസ്തകം ഒറിജിനൽ ആണ് പഠിപ്പിക്കുന്നത്. മറ്റൊരു അക്കാഡമിയുടെ നോട്ടോ ഒരു റാങ്ക് ഫയൽ ഒന്നും നോക്കണ്ട. നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്ത നോട്ടും ക്ലാസ്സും മാത്രം മതി, നിങ്ങൾക്ക് മൊത്തം മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയുമാണ് നമ്മൾ ക്ഷതിയിൽ കവർ ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളാണ്. ക്ഷതി അല്ലെ, ഇഞ്ചുറി, ക്ഷതി അഥവാ ഇഞ്ചുറിയിൽ ഇത്രയും ടോപ്പിക്കാണുള്ളത്. അപ്പൊ 2+14 ആണ്. അടുത്ത ദിവസം നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.